ഞാൻ കഴിച്ചിട്ട് ഇദ്ദേഹത്തിന് ഈ ഒരു വാക്ചാതുര്യത്തിന്റെ അപ്പുറത്തെ അദ്ദേഹത്തിന് പ്രാക്ടിക്കലി ടു പ്രാക്ടീസ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ അദ്ദേഹം ലൈവില് വരുമ്പോ കുറെ കാര്യങ്ങൾ പറയണ്ട്. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് സത്പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പലപ്പോഴും ചിത്രത്തിലില്ലാത്ത പോലത്തെ അവസ്ഥ. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ചാരിറ്റി അല്ല കേട്ടോ. ഒരുപാട് സിനിമകൾ എന്നെ സംവിധാനം ചെയ്യാൻ വിളിക്കുന്നുണ്ട്, ഒരുപാട് സിനിമകൾ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്. എത്രയും ഹോട്ട് കേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡ് ഉള്ള ഒരാൾക്ക് ഇപ്പൊ സാഗറൊക്കെ അദ്ദേഹത്തിന് കരിയർ ഉണ്ടാക്കിയെടുത്തൊരു വിധം ഉണ്ടല്ലോ. ഗംഭീര ആക്ടറായി മാറിയില്ല അദ്ദേഹം പോസ്റ്റ് ബിഗ് ബോസ്. അതിനൊന്നും നടക്കുന്നില്ല. എന്താ അത് മിസ് ഔട്ട് ആവുന്നതെന്ന് സഹിക്ക് തോന്നിയിട്ടുണ്ടോ? അഖിൽമാർ ഒരു ഹീറോ മെറ്റീരിയൽ അല്ല. ഇപ്പൊ സിനിമ അഭിനയിക്കാൻ പോയാൽ ഞാൻ പറയാലോ, ഒരു നല്ല കൊമേഡിയനാണ്, നല്ലൊരു കൊമേഡിയൻ. അയാളെ ഡയലോഗ് ഡെലിവറി, അയാളുടെ ബോഡി ലാംഗ്വേജും വെച്ച് അയാൾക്കൊരു നല്ല കൊമേഡിയൻ ആവാം. ഒരു നല്ല ഹീറോ മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെ ആ മാസ് സാധനങ്ങളൊന്നും അയാൾക്ക് നടക്കൂല. അയാൾ അത് മാറ്റി വെച്ച് നല്ലൊരു കൊമേഡിയൻ റോളിക്ക് ഒരു സെക്കൻഡ് ഫിഡിൽ പോലെ ഒരു സിനിമയിൽ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അതിലായാലും സക്സസ്ഫുൾ ആവും. അതിനുള്ള പൊട്ടൻഷ്യൽ അയാളുണ്ട്. അതിന് പകരം ഞാൻ ബിഗ് ബോസ് വിന്നറാണ്, ഞാൻ അഖിൽമാരാണ്, സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ സിനിമയിൽ നടനായിട്ട് മെയിൻ ലീഡായിട്ട് അഭിനയിക്കാൻ പോയ പൊട്ടിപ്പൊളി. അതായത് തിരിച്ചറിയുന്നില്ല. ആ ഈഗോന്ന് അയക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ആ സിനിമ എന്ന് പറഞ്ഞ സാധനം അയക്ക് ഫ്ലോപ്പാണ്. സെക്കൻഡ് തിങ്, എനിക്ക് തോന്നിയൊരു കാര്യം, അയാൾ നല്ലൊരു ഡയറക്ടറാണ്. ഈ താത്വിക അവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടപ്പടമൊന്നും അല്ല, നല്ല പടമാണ്. ആ കോൺസെപ്റ്റ് ആ സിനിമ ശരിക്കും മലയാളികൾ എടുത്തില്ല എന്നുള്ളൂ. സംഗതി ഇപ്പോഴും ട്രോളും മീമിലും മറ്റേ നമ്മളെ ഇത് കഴിഞ്ഞാൽ സന്ദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രോളും മീമും ഈ സാധനത്തിൽ വെച്ചാൽ. അതെ, അപ്പൊ ആ സാധനം നല്ല വർക്കാ. അയക്ക് ഇത് വർക്ക് അറിയാം, പണി അറിയാം, പക്ഷെ ആ പണി അയാൾ എടുക്കുന്നില്ല. ആ ഡിറക്ഷൻ എന്ന് പറഞ്ഞ സാധനം അയാൾ പെർസീവ് ചെയ്യുന്നില്ല. അത് പെർസീവ് ചെയ്തിരുന്നെങ്കിലും അയാൾ ഓക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ പെർസീവ് ചെയ്യാൻ പോയാലും മൂപ്പർക്ക് എന്ത് വേണം, മറ്റേ ജോഷി സാറ് സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ ജോഷി സാറ് ഒപ്പം നിൽക്കണം, മോഹൻലാൽ മമ്മൂട്ടിയാളെ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയാൻ നടക്കൂലല്ലോ. എല്ലാം വേണം. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എല്ലാം ഹൈഫൈ ആവണം, കാര്യമില്ല. അതല്ല ഗെയിം. ശരിക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്യുക, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന പണി നാട്ടുകാർക്ക് എന്താണെന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലോ പ്രൊഫൈലിലും ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മൾ ഇരിക്കുന്ന പ്രൊഫൈൽ വെച്ച് നമുക്ക് ഹൈ സാധനങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ലല്ലോ. ലോ ആയിട്ടും ചെയ്തിട്ട് പോവാം. അതിന് ജോർജ് ഏറ്റവും വലിയ എക്സാമ്പിൾ. പണി ചെയ്തപ്പോ സാഗറിനെയും സുനൈസിനെയും വെച്ച് ഭയങ്കര ഗ്യാമ്പിളാണത്. അതെങ്ങനെ പാളിപ്പോയിന്നെങ്കിൽ പണിയായില്ലേ, ആ സിനിമയുടെ പേര് പോലെ. അപ്പോ ഇങ്ങനെ വേണമെങ്കിൽ അഖിൽമാർക്ക് ചെയ്യാം. അത് അഖിലായിട്ട് ചെയ്യണമില്ല. പിന്നെ അഖിലിപ്പോ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അഖിൽ 2020 പോയത് ആ 2020 ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറും 2020 ആ നാട്ടിലുണ്ടാക്കി വെച്ച ഒരു ഫെസിലിറ്റീസ് ആളുകൾക്ക് കൊടുത്തു. ഒരു കിഴക്കമ്പലത്തെ ഒരു ഫെസിലിറ്റിയാണ് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചറാണ് പറയണത്. ശരിക്കും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പോണത് ആ പാർട്ടിയുടെ ആശയങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ. ഒരിക്കലും നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ പോകുമ്പോൾ ആ 10 ബൾബ് വെച്ച് കൊടുത്തു, നാടിന് കുറച്ച് റോഡ് ഉണ്ടാക്കി കൊടുത്തു, അത് വേറെ, അത് വേറെയാണ്. ഐഡിയാസ് അതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജി വിൽ ബി ഡിഫറെന്റ്. ആ ഐഡിയോളജി എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കി അത് 10 പേരെ അറിയിച്ച് ഞാൻ ഇന്നത് കൊണ്ടാണ് ആ രാഷ്ട്രീയ പാർട്ടി പോയെന്നാ പറയണ്ടേ. അല്ലാതെ കിഴക്കമ്പലത്ത് നല്ല റോഡ് ഉണ്ടാക്കി, 10 സൂപ്പർ മാർക്കറ്റ് വന്നു, 2 ബൾബ് വന്നു, അത് കാര്യമില്ല. അത് അവിടെ നിൽക്കുകയുള്ളൂ. ആ പാർട്ടി പിന്നെ വളരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതല്ല. അപ്പൊ അവിടെയും അഖിലിന് പ്രശ്നം പറ്റുന്നത് ഇപ്പൊ അഖില് പറയുന്ന പല കാര്യങ്ങളും പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഇപ്പൊ ബ്രോ ചോദിച്ചില്ലേ. ഈ സംശയം എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് അഖിലിന് വിമർശനം വരുന്നത്. അഖിലിപ്പോ ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അഖില് വേറൊരു സുരേഷ് ഗോപി ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. കാരണം അഖില് കയറി പോകുന്തോറും അഖിലിന് മറ്റേ ആ ഡൗൺ ടു എർത്ത് സാധനം പോവാണ്. സാധാരണക്കാരെ കണക്ട് പോവാണ് അഖിലിന്റെ പ്രശ്നം. അഖിലിന് ആ കണക്ട് പോയി കഴിഞ്ഞപ്പോൾ അഖില് പോകുന്ന പരിപാടികൾ തന്നെ നോക്കിയാൽ മതി. അഖില് പോയി ഇറങ്ങിയത് മുതൽ അഖിലിന് ആ ഒരു രാജാവ് ഫീലിങ്ങിൽ പോകണമെന്നാണ് അഖിലിന് സ്വയം അങ്ങനെയാണ്. അപ്പൊ അതൊരു MLA സ്ഥാനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പറ്റ പോയി, പിന്നെ സാധനേ മാറും. ശോഭിക്കും തോന്നുന്നുണ്ടോ? ശോഭിക്കണം എന്നാ ഞാൻ പറയുന്നത്. അയാളെ കൊണ്ട് നടക്കും. നാട്ടുകാർക്ക് നല്ലത് കിട്ടിയില്ലെങ്കിലും ഇപ്പൊ ഒരു നിയമസഭയിൽ കയറിയിട്ട് നല്ല ഡയലോഗ് അടിക്കാൻ പറ്റും, ഓപ്പോസിറ്റുള്ള ആളോട് സിനിമാറ്റിക് ഷോ കാണിക്കാം, അത് പറ്റും. അതേപോലെ ചില രാഷ്ട്രീയക്കാർ പറയാൻ
മടിക്കുന്ന കുറെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരെ സാധനങ്ങൾ മുന്നും പിന്നും നോക്കാതെ പിടിച്ച് സോഷ്യൽ മീഡിയ വഴി ഇട്ടിട്ട് അങ്ങനെ ജയിലിലുള്ള പോകും. അങ്ങനെയൊക്കെ ചെയ്യായിരിക്കും. അത് കിട്ടും, സുരേഷ് ഗോപി ലൈറ്റ് കിട്ടും. പക്ഷെ നാട്ടുകാർക്ക് നല്ല കിട്ടും എന്നുള്ളത് കണ്ടറിയാം. സോഷ്യൽ എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് അത് പാടാ. അത് നടക്കും ഇങ്ങനെ. ഇപ്പൊ ഞാൻ പറയാം, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കളിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നാടകം അവിടെയാണ്. BJP കാണിക്കുന്ന ഏറ്റവും വലിയ തന്തയില്ലാത്തവരും ഞാൻ പറഞ്ഞില്ല, ഈ കാണുന്ന എല്ലാ സെലിബ്രിറ്റി മുഖങ്ങളെയും പിടിച്ചിട്ട് അവരെ ഇലക്ഷൻ നിർത്തുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവരെ പാർട്ടിക്ക് അകത്ത് തന്നെ ഉള്ള ഏറ്റവും നല്ല റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ തലക്കടിക്കുന്ന പണിയാണ് കാണിക്കുന്നത് അല്ലേ? കോൺഗ്രസും LDFും ഒരു പരിധി വരെ അവർക്ക് അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകളെ വളർത്തിക്കൊണ്ടാണ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ BJPക്ക് ഇവിടെ അതിന് പകരം അവരൊക്കെ സെൻട്രലിൽ അതാണ് ഫോളോ ചെയ്യുന്നത്, ഇവിടെ അതാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ അതുകൊണ്ട് നാട്ടുകാർക്ക് ബെനിഫിറ്റ് ഇല്ല. നാട്ടുകാർ മനസ്സിലാക്കണ്ടേ, ഒരു സെലിബ്രിറ്റി ആയിട്ട് വേറൊരു ഫീൽഡിൽ നിന്ന ആള് പെട്ടെന്ന് ഒരു സമയത്ത് രാഷ്ട്രീയത്തിൽ കയറി വരുമ്പോൾ അയാള് ബ്ലൈൻഡാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്ക്. അപ്പൊ അങ്ങനെ ആവരുത്. അത് ഭയങ്കര മോശം പരിപാടിയാണ്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എപ്പോഴും പ്രവർത്തകര് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പാണ്ടിപ്പട പോലെ ചത്ത് പണിയെടുക്കുന്നവർക്ക് പണി അറിയാം. പിന്നെന്ന് പറഞ്ഞാൽ ഒന്നും രാഷ്ട്രീയത്തിൽ നിൽക്കൂല. ഇപ്പത്തെ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഭരിക്കുന്നവർ 5 കൊല്ലം കൊണ്ട് ഭരിച്ചിട്ട് പോകും. ശരിക്കും ഇവിടുത്തെ ലോബി ഉദ്യോഗസ്ഥരാണ്, അവരുടെ രാഷ്ട്രീയമാണ് നമ്മൾ നോക്കണ്ടേ. ബ്യൂറോക്രസിയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇന്ന് LDF ഭരിക്കുമ്പോൾ LDF ചായ്വുള്ള ഈ ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒരു ബെൽറ്റ്, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു അതാണ് നാടിന് എന്ത് വരും, അതാണ് നമുക്ക് കിട്ടോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കുക. നാളെ UDF വരുമ്പോൾ UDFനായിട്ട് ചായ്വുള്ള ആൾക്കാർ പ്രവർത്തിക്കോ ഇല്ലേ? ആദ്യം ഞാൻ പറയുമ്പോൾ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ ഗവൺമെന്റ് എംപ്ലോയീസ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് ഈ സാധനം യൂണിയൻസ് എടുത്ത് മാറ്റണം. ഡെമോളിഷ് ചെയ്ത് ട്രേഡ് യൂണിയൻസ് ഉണ്ടായിക്കോട്ടെ, വെൽഫെയറിനായിക്കോട്ടെ, ഒരു വെൽഫെയറിലുപരി ഇത് ഭയങ്കരമായിട്ട് എന്താ നടക്കുന്നത്, അവർക്ക് താല്പര്യമുള്ള, അവര് ഭരിക്കുന്ന സമയത്ത് അവർക്ക് നിയമനങ്ങള്, പുതിയ ബില്ല് പാസ്സാക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള ആളുകളിലേക്ക് അത് എത്തിക്കുക, അങ്ങനെ എല്ലാ പരിപാടികളും. ഇത് ഭയങ്കര ഡേഞ്ചർ പണിയാണ്. അത് ഒരു എന്താ പറയാ, എനിക്കെന്തോ അവിടെയൊക്കെ മാറ്റം കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലീഡർ നാളെ വരണം എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി തീരുമാനം എടുക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി കൊണ്ടുവരണം. ഈ അടുത്ത് സായി ഭയങ്കരമായിട്ട് ഈ TV കാണുന്ന ആളുകളിലേക്ക് കൂടി എത്തിയത് 24 ചർച്ചയിലൂടെയാണ്. അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ക്രൗഡിൽ നിന്ന് നേരെ ഒരു ഹോം സ്ക്രീനിലേക്ക് പോവാണല്ലോ. അതിന്റെ എഫക്ട് കുറച്ചുകൂടി ഇൻ മൾട്ടിറ്റ്യൂഡ്സ് അത് വലുതാണ്. ശരിക്കും അങ്ങനെ അല്ല, അത് ശരിയാണ്. അത് ശരിയാണ്. സന്തോഷ് പണ്ഡിറ്റ് ആയിട്ടുള്ള ഒരു വാക്തർക്കം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യത്തിന് പറഞ്ഞ ഒരു ക്ലാരിറ്റി കൊടുക്കല്, അത് സന്തോഷ് പണ്ഡിറ്റ് തന്നെ അത് കുറച്ചും കൂടി പ്രശ്നത്തിലാക്കുകയും കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ 24 പരിപാടിക്ക് വരുമ്പോഴേ ഇയാള് എടുത്താൽ പൊങ്ങാത്ത ഒരു കോട്ട് വിട്ടിട്ട് പോന്നിട്ട് അവിടെ വന്ന് പറയുന്നത് എന്താ അറിയോ, ഞാൻ കുറച്ച് കാലമായി ഇതേപോലെ ഒരു ഷോയില് വന്നിട്ട്, ഇതിന്റെ തുടക്കം ഇതേപോലെ ഇവിടുന്ന് ഒരു ഈ സാറിന്റെ ഷോ, SKന്റെ ഷോ എന്നാണെന്നൊക്കെ പറഞ്ഞ് ഹീസ് പ്രീ ഡിറ്റർമിൻഡ്. ഞാൻ ഇന്നിവിടെ ഓളം ഉണ്ടാക്കും, കസാല തള്ളിയിടും, ഞാൻ അന്ന് ഷൈൻ ടീച്ചർ ഉണ്ട്, നാദിറുണ്ട്, ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇയാൾ പറയുന്നതാ ഞാൻ ഒന്ന് പൊട്ടിത്തെറിക്കും, ഇന്നെ പിടിച്ചു വെക്കണം. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇയാൾ ഇതൊക്കെ ഇങ്ങനെയാണോ ഇയാൾ ഷോയില് വരുന്നത് തോന്നിയെന്ന്. പിന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ നോക്കുമ്പോ പണ്ഡിറ്റ് ജി, ഞാൻ ജി എന്ന് പറയും, അയാളൊരു അപ്രഖ്യാപിത സംഖ്യയാണ്. പണ്ഡിറ്റ് ജി ഞാൻ നോക്കുമ്പോ ജിക്ക് ഒന്നും കിട്ടണില്ല, ആരും ഒന്നും കൊടുക്കണില്ല ജിക്ക്. അപ്പോഴാണ് മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇന്റെ നേരെ സന്തോഷ് പണ്ഡിറ്റ് ജി വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ മൂന്നാംകിട ചാനൽ നിന്നെ പറയണമെങ്കിൽ ആ പറയുന്ന ആൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ആ പറയുന്ന ആളുടെ ക്വാളിറ്റി എന്താണെന്ന് ഞാൻ അളക്കുമ്പോൾ, പണ്ട് ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ഈ കാണുന്ന കോട്ടിട്ട് അല്ലെങ്കിൽ 4 ആളെ ചാരിറ്റി ചെയ്ത് നടക്കുന്ന സന്തോഷ് പണ്ഡിറ്റ് ആവുന്നതിന് മുമ്പ് അലൻ ജോസ് പെരേര, അഭിലാഷ് ആട്ടയം ലെവലിൽ റീൽസ് ഇന്നത് റീൽസ് ആണെങ്കിൽ പണ്ടത് ഇയാളുടെ യൂട്യൂബ് ചാനൽ ചില ആൾ ഇറക്കുന്ന സിനിമകളും ആ ലെവലായിരുന്നു. സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ എന്താ പറയുക, ആ ടൈമിൽ ഹിറ്റായത് എങ്ങനെയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഇയാൾക്കൊരു പാറ്റേൺ ഉണ്ട്. ആദ്യം ഇയാള് സ്വയം ഈ പറഞ്ഞ പോലെ ആളുകൾ ഇരുന്ന് വിമർശനമോ അല്ലെങ്കിൽ ചാടിക്കാറിലൊക്കെ ഏറ്റുവാങ്ങും. പിന്നെ ഇയാളങ്ങോട്ട് തിരിച്ചങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വായ തോന്നി വിളിച്ചു പറയും. അപ്പൊ സിമിലർ പാറ്റേൺ അയാൾ ഇപ്പുറത്തെടുക്കാൻ നോക്കി. ഈ ചർച്ച തന്നെ നടന്നത്
സൈബർ ബുള്ളിങ്ങിനെതിരെ. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് തേർഡ് റേറ്റ് ചാനൽ എന്ന് പറഞ്ഞു പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏത് നായയോടും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നവർ ഇൻ്റെ ഒരു സ്വഭാവം വെച്ച് ഫ്ലോറിൽ അയാൾ തലടിച്ച് പൊട്ടിക്കണ്ടേ. പിന്നെ ഞാൻ നോക്കുമ്പോൾ വേണ്ട, ഇനി അങ്ങനെ ഒരു കണ്ടന്റ് അയാൾക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അലമ്പാവും, പ്രശ്നവും, വെറുതെ എന്തിനാ കോപ്പ്. ഞാൻ തന്നെ അയാളുടെ കാര്യം പറഞ്ഞു, ഞാൻ ഫ്ലോറിൽ ഇരുന്ന് തന്നെ പറഞ്ഞു, ഇവിടെ ഇരുന്ന് ഇത്രയും മോശമായ ലാംഗ്വേജ് യൂസ് ചെയ്യുക, ഇതേപോലെ തേർഡ് റേറ്റ് ചാനൽ എന്ന് പറയുക. പിന്നെ മൂപ്പര് അവിടെ ഇരുന്ന് കുറേ തവണ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ചാനലിൽ ഇത്ര വ്യൂസ് ഉണ്ട്, ഇത്ര മറ്റേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ. ഞാൻ നോക്കുമ്പോൾ ഞാനെവിടെയും കണ്ടതൊന്നുമില്ല. പിന്നെ ഇയാൾ ഇന്നെ കമ്പയർ ചെയ്യുന്നത് മറ്റേ ഏഷ്യാനെറ്റും 24 ഒക്കെ ആയിട്ട്. അതേ മണ്ടത്തരം. അയാൾ കമ്പയർ ചെയ്യേണ്ടത് അയാളുടെ സ്വയം. ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ ബാക്കിയുള്ളവരുടെ കണ്ടന്റ് ഞാൻ എടുക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ആ കണ്ടന്റ് എടുത്തിട്ട് അതെന്താ നാട്ടുകാരെ കാണിച്ചിട്ട് പിന്നെ ഞാൻ അതിന്റെ അഭിപ്രായം പറയുന്നു. ഇയാളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആ കണ്ടന്റ് അതേപോലെ ഇട്ടിട്ട് ഓടിക്കാൻ തോന്നും. അയാൾ ചെയ്യുന്നത് എന്താ, ആ കണ്ടന്റ് എടുക്കുന്ന ഇല്ലാന്നുള്ളൂ, പക്ഷെ സംസാരിക്കുന്ന ആ വിഷയത്തെ കുറിച്ചാ. അപ്പൊ എൻഡ് ഓഫ് ദ ഡേ ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്, പക്ഷെ ഞാൻ കുറച്ചും കൂടി ക്ലാരിറ്റി ചെയ്യണം. അയാൾക്ക് മെനക്കെടാൻ വയ്യ, അയാൾ ഇരുന്ന് പറഞ്ഞിട്ട് പോകണം. പക്ഷെ മുമ്പ് മെനക്കെടുണ്ട് കേട്ടോ. 2 ഫ്ലവർ വേസും സാധനമൊക്കെ സൈഡിൽ വെച്ചിട്ട് പൂക്കളൊക്കെ വെച്ച് ഫ്രെയിംസ്, അവിടെ ഒരു സിനിമാറ്റിക് സാധനം മൂപ്പര് കൊണ്ടിട്ടുണ്ട്. കലാകാരനാ. ഇകഴ്ത്താൻ ശ്രമിച്ച പോലെ തോന്നിയോ? സായിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അയാൾക്ക് ആ ഒരു സാധനം ഉണ്ട്. അയാൾക്ക്